ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിച്ച സമ്മേളനം 1942 ഓഗസ്റ്റ് 8 ബോംബെയിൽ നടന്ന അഖിലേന്ത്യാ കോൺഗ്രസ് സമ്മേളനം. എല്ലാ അധികാരങ്ങളും ഇന്ത്യക്കാർക്ക് കൈമാറി ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ട് പോകണമെന്നാവശ്യപ്പെട്ട സമ്മേളനം 1942 അഖിലേന്ത്യാ കോൺഗ്രസ് സമ്മേളനം. ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് ഓഗസ്റ്റ് 9. ക്വിറ്റ് ഇന്ത്യ സമരത്തെ തുടർന്ന് അറസ്റ്റ് ചെയ്ത ഗാന്ധിജിയെയും ഭാര്യ കസ്തൂർബയെയും പാർപ്പിച്ചിരുന്ന ജയിൽ ആഗാഖാൻ കൊട്ടാരത്തിലെ ജയിൽ. ജയിൽവാസത്തിനിടയിൽ കസ്തൂർബ ഗാന്ധി മരിച്ചത് 1944 ഫെബ്രുവരി 22. ഒളിവിൽ പാർത്തുകൊണ്ട് ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയത് അരുണ അസഫ് അലി, ജയപ്രകാശ് നാരായണൻ. ക്വിറ്റ് ഇന്ത്യ സമരനായിക അരുണ അസഫ് അലി. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന അരുണ അസഫ് അലിയെ വിശേഷിപ്പിച്ച നേതാവ് ഗാന്ധിജി. ഹർത്താൽ ആരംഭിച്ചുകൊണ്ട് ക്വിറ്റ് ഇന്ത്യ സമരം കേരളത്തിൽ ആരംഭിച്ചത് 1942 ഓഗസ്റ്റ് 9. കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട നേതാക്കൾ MP നാരായണ മേനോൻ, K കേളപ്പൻ, E മൊയ്തു മൗലവി, AV കുട്ടിമാളു അമ്മ.